$43,000 ആണ് കഴിഞ്ഞ വർഷം ഞാൻ സൈഡ് ഇൻകം ആയിട്ട് ഊബർ ഓടിച്ച് ഏൺ ചെയ്തത്. ഇതിൻ്റെ അകത്തുനിന്ന് ഏകദേശം $5,500 ഗവൺമെന്റിന്റെ HST പിടിച്ചിട്ടുണ്ട്. ബാക്കി ഏകദേശം $37,000 അകത്തുനിന്ന് $13,000 പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് ഊബറും പിടിച്ചിട്ടുണ്ട്. അതും കൂടി കുറച്ചാൽ ഏകദേശം $25,000 ആണ് എൻ്റെ യഥാർത്ഥ ഏർണിങ്സ്. ഐ എം സോറി ടു സേ ദിസ്, ഞാനിപ്പോൾ ജീവിക്കുന്ന ഒണ്ടാരിയോയിലെ ആനുവൽ ഇൻകം ബിറ്റ്വീൻ $60,000 ആൻഡ് $114,000 30% ടാക്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൈമറി ജോലിയിൽ നിന്നുള്ള ഇൻകവും ഈ അഡീഷണൽ ഇൻകവും കൂടി കൂടുമ്പോൾ ഈ സ്ലാബിൻ്റെ അകത്ത് വരുന്നത് കൊണ്ട് ഇത് ഏകദേശം $7,500 അങ്ങോട്ടേക്ക് ഞാൻ കെട്ടണം. അത് വലിയൊരു തുകയല്ലേ. അവിടെയാണ് സെൽഫ് എംപ്ലോയിഡ് ഇൻകത്തിൻ്റെ ബ്യൂട്ടി കടന്നു വരുന്നത്. അതായത് ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും എനിക്ക് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ടാക്സ് ഫയലിംഗ്. വണ്ടിയുടെ ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ്, ഫ്യൂൽ എക്സ്പെൻസസ്, ഡെപ്രിസിയേഷൻ, എല്ലാ സപ്ലൈസിൻ്റെയും ഒക്കെ എക്സ്പെൻസുകൾ ക്ലെയിം ചെയ്തതിന് ശേഷം ഒരു $1,200 ഇൻകവും അതിൻ്റെ ടാക്സ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഒരു $300 ആണ് ഇപ്പം ഞാൻ ഗവൺമെൻറ്റിന് ഓവ് ചെയ്യുന്നുള്ളൂ. കാനഡയിലെ റിച്ച് ആവുന്നത് ഹാർഡ് വർക്കേഴ്സ് അല്ല, സ്മാർട്ട് വർക്കേഴ്സ് ആണ്. ഈ സ്മാർട്ട് വർക്കേഴ്സിൻ്റെ ഫൈനാൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പിളാണ്. എൻ്റെ ടാക്സ് കൺസൾട്ടൻറ്റ് ടീം ഇൻസ്പയർ ടാക്സ് ആണ്. റീച്ച് ഔട്ട് ടു ദം ടു മേക്ക് സ്മാർട്ട് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്.